5-ാം ദിവസം രാവിലെ 8:05. I wanna live my life for you, baby. Come on and tell me that you feel it too. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവലമേ രാവിലെ 8:30. ഇത് കരച്ചിൽ കാണുന്നതല്ല, ഇവിടെ ഒരു മനുഷ്യനില്ലല്ലോ. എൻ്റെ പൊന്നു തത്തമ്മ, കണ്ണുമില്ലേ? കണ്ണും ഒന്നും ഇല്ലാത്തതിനോട് എന്നാ പറഞ്ഞിട്ട് എന്നാ കാര്യമാണ് തത്തമ്മ. എൻ്റെ അമ്മ കൊണ്ട് രാവിലെ കാപ്പി ക്രീം ബിസ്ക്കറ്റ് തരുമായിരുന്നു. റോസെ കാപ്പി തരാൻ പറഞ്ഞുണ്ട്. ബാത്റൂമിനകത്തിരുന്ന് കരയാന്ന് വെച്ചാൽ നടക്കത്തില്ല, ആൾക്കാരുണ്ട്. പെട്ടെന്ന് എപ്പോഴും ഇറക്കും. അവളെ കൊണ്ട് അവളെ കിച്ചു. കാണാതിരിക്കാൻ പറ്റുന്നില്ല. രാവിലെ 9:15. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, 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 കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. ഞാൻ പറയും, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, 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 കണ്ണടച്ച് കിടക്കണത് ഞാൻ അവിടെ നിൽക്കുമ്പോ കണ്ണടച്ച് കിടക്കണത് കണ്ടു. പറ്റാതിരിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളെ കൊണ്ട് കരപ്പിക്കുന്നത്. എന്നേക്കാൾ കൂടുതൽ സൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചേ. അയ്യോ അയ്യോ, ഒന്നും ഇല്ലടോ. എന്റെ സൗണ്ട് ഒന്നടച്ച് കണ്ണടച്ച് എന്നെ കൊണ്ട് പറ്റില്ല. അത് ഫയറാ, ഫയർ. ഏത് ഫയറാണെങ്കിലും തീയാണെങ്കിലും ഒന്ന് ഊതിയിട്ട് നീ വെറും ഫയറ്. റേണുമോളെ മോളെന്ന് വിളിക്കല്ലേ. എന്റെ പേര് രേണു മോളെന്നല്ല, രേണു സുധി. യു കോൾ മീ രേണു സുധി. ആരാണ് സുധി? അത് തൊട്ട് വിടണ്ട, അത് തൊട്ട് കളിക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം, മരിച്ചു പോയ മനുഷ്യനെ കളിക്കരുത്. എനിക്കറിയില്ല. ഇവിടെ അത് നീ പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ അലീഷ താനെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എന്നെ നീ വിളിക്കണോ ഒന്നും കൂടെ? എനിക്ക് ചൊറിഞ്ഞു വരുന്നത് കേട്ടോ. എന്നെ നീ എന്ന് വിളിച്ചാ നാണം കൊണ്ടോടെ. താനാണാന്ന് പറഞ്ഞ് എന്തിനാടോ ഇങ്ങനെ കണ്ട പെണ്ണുങ്ങളെ എല്ലാം മെക്കെട്ട് കയറുന്ന എന്നെ പോലുള്ള പെണ്ണുങ്ങളെ നാണം കൊണ്ടോടെ. തനിക്ക് നാണം കെട്ടാനേ. രാവിലെ 9:40. മതി, ഇത്ര ഒപ്പിട്ടാ മതി. ഇവിടെ ഞാൻ തീരുമാനിക്കും. ശരി, ചേട്ടനാണല്ലേ എല്ലാരും നമുക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് ഉണ്ടാക്കാൻ വന്നിരിക്കുക. ചേട്ടൻ എന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാനല്ലേ? കിട്ടാനാണ് ചേട്ടാ. ചേട്ടനോട് വേറെ ആരില്ല ചൊറിയാൻ വേണ്ടിട്ട്, അതുകൊണ്ട് ഇന്നെ ചൊറിയാൻ വരുന്നത്. ചേട്ടൻ ആര്? ഞാൻ കേട്ടത് പോലില്ല ചേട്ടന്റെ പേര്. നീയാര്? പേരില്ലേ? റെന ഫാത്തിമ. രാവിലെ 10:20. ആർജബൻസിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നോട്, അതെനിക്ക് മനസ്സിലായി. ഉണ്ട്, ഞാനത് വന്നപ്പോഴേ ശ്രദ്ധിച്ചതാണ്. എനിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് ആർജബൻസി. എൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. എനിക്ക് എൻ്റെ സൗന്ദര്യം മുടിയിലാണ്, ഞാൻ വെട്ടിക്കളയണം, വെട്ടാം, കുഴപ്പമൊന്നുമില്ല. എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തനിക്ക് വേണ്ടിയിട്ട് ഓക്കെയാണ്.
അനീഷിനെ പോലെ രണ്ട് പേര് പറഞ്ഞിട്ടോ? പറയും, ഞാനത് പറയും. മുന്നേ പറഞ്ഞില്ലേ? യെസ്, അങ്ങനെ പറയും. പറയണ്ട കേട്ടോ. പിന്നെ ആവശ്യം പറയാം. ഫോർ യു എനിത്തിങ്. ഓക്കെ. പെർഫെക്റ്റ്. എന്റെ ദൈവമേ. രാവിലെ 10:55. പണിയുടെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് അല്ലേ? വല്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് ബിഗ് ബോസ്. പ്രത്യേകിച്ച് ഒരു മനുഷ്യന് അവശ്യം വേണ്ട ഭക്ഷണം, വസ്ത്രം എന്നീ കാര്യങ്ങളിൽ. അതിൽ തന്നെ ഭക്ഷണത്തിന് നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് അല്ലേ? നല്ല വസ്ത്രമിട്ട് അണിഞ്ഞൊരുങ്ങി പട്ടിണി കിടക്കുന്നതിനേക്കാൾ ഭേദം ഉള്ള വസ്ത്രമിട്ട് പട്ടിണിയില്ലാതെ കിടക്കുന്നതാണ്. ഇതെന്റെ വാക്കുകളല്ല, ഇന്നലെ ബിന്നി പറഞ്ഞതാണ്. പക്ഷേ അതിന്റെ അർത്ഥവ്യാപ്തി ഈ വീടിനെ സംബന്ധിച്ച് വളരെ വലുതാണ്. അക്ബർ, പണിപ്പുരയിൽ പോകാൻ അവസരം ലഭിക്കുക എന്ന ഭാഗ്യം നിങ്ങളെ തേടിയെത്തിയെങ്കിലും ഈ വീടിന്റെ പ്രതീക്ഷയുടെ മുഴുവൻ ഭാരവും ഇപ്പോൾ നിങ്ങളുടെ ചുമലിലാണ്. അക്ബർ, എന്തൊക്കെയാണ് പണിപ്പുരയിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഫുഡ് ഐറ്റംസ് മാത്രം തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഞാനടക്കം എല്ലാവരും വിശന്നിരിക്കുകയാണ്. ചിലവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള പരിപാടിയാണ്. ഭയങ്കര ഹാപ്പിയാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അതെന്താ ഹാപ്പി എന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാപ്റ്റൻസിയുടെ അണ്ടറിലുള്ള കപ്പിത്താനാണല്ലോ. അപ്പൊ ആ കപ്പലിലുള്ള ആളുകൾ വിശന്നിരിക്കുന്നുണ്ടോ, അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഹാപ്പിയാണോ ഹാപ്പി അല്ലെന്ന് പറയേണ്ടത്. ഇതുവരെ മൂക്ക് മുട്ട തിന്നിട്ടാണ് ഈ ഡയലോഗ് പറയുന്നത്. എനിക്കറിയാം, ഞാനടക്കമുള്ള ഞാൻ നോക്കുമ്പോൾ കാണുന്നതാണ്. പലരും ഒരുപാട് പേര് സാക്രിഫൈസ് ചെയ്തിട്ട് അവന് കൊടുത്തോളൂ, ഇവന് കൊടുത്തോളൂ, അവനക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും, നെവിന് കുറച്ച് കൂടുതൽ, കാരണം അധികം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും 1 or 2 ചപ്പാത്തിയൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെ കഴിച്ചിട്ടുള്ളത്. അക്ബർ, ബിഗ് ബോസ് എല്ലാം ഞാൻ കേട്ടു. പക്ഷേ എന്തു ചെയ്യാനാ? ഇന്ന് അക്ബറിന് വേണ്ടി മാത്രമുള്ള സാധനങ്ങളെ പണിപ്പുരയിലുള്ളൂ. എന്തെങ്കിലും ഉദാഹരണത്തിന് സ്വന്തം വസ്ത്രങ്ങൾ, പിന്നെ അക്ബറിന്റെ ഇഷ്ടഭക്ഷണങ്ങൾ. 1 പ്ലേറ്റ് പൊറോട്ട, കൂടെ മട്ടൻ, ബിരിയാണി, പിന്നെ കുഴിമന്തി. അങ്ങനെ അക്ബർ, നിങ്ങൾക്ക് ഇടിമിന്നൽ കണ്ണിലടിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കുമോ ബിഗ് ബോസ്? ഇത് പറയാൻ കാരണം പണിപ്പുരയിൽ അത്തരത്തിലെന്തോ ഒന്ന് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തവണ പണിപ്പുരയിൽ പോകാൻ 20 സെക്കൻഡ് സമയമാണ് അക്ബറിന് ലഭിക്കുക. ഒപ്പം 500 പോയിന്റുകളും. നൽകുന്ന സമയത്തിനുള്ളിൽ സാധനങ്ങളെടുത്ത് പുറത്തെത്തുക എന്നതാണ് പ്രധാനം. രണ്ടാമത്തെ ബസറിന് മുമ്പ് പുറത്തെത്തിയില്ലെങ്കിൽ എടുത്തവ നഷ്ടമാകും. അക്ബർ മാത്രം ഗാർഡൻ ഏരിയയിലേക്ക് വരിക. ബാക്കി എല്ലാവരും ലിവിംഗ് റൂമിലെ സോഫയിൽ തന്നെ ഇരിക്കുക. രാവിലെ 11:20. പിന്നെ ട്രൈ ചെയ്യണം. പിന്നെയും അക്ബർ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: പൊറോട്ട സെറ്റ് ആൻഡ് മട്ടൻ കറി 150 പോയിന്റ്, ചിക്കൻ ബിരിയാണി 1 പ്ലേറ്റ് 150 പോയിന്റ്, ബർഗർ വെജ് 100 പോയിന്റ്, ബർഗർ നോൺ വെജ് 100 പോയിന്റ്, ഹാഫ് ഷവായി 100 പോയിന്റ്, ചിക്കൻ നൂഡിൽസ് 90 പോയിന്റ്. ബിഗ് ബോസ്, എനിക്ക് തോന്നുന്ന ബിഗ് ബോസ് ഇത് കൊടുക്കില്ല എന്നാണ്. കാരണം പോയിന്റ്സ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞു, അപ്പൊ കൊടുക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ അഭിപ്രായം കേൾക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഒന്ന് പോണോടുന്നു. എന്തുവാണ് അയാൾ അവിടെ ജീവിക്കണല്ല നമ്മളെ കൂടെ? അയാൾക്ക് ഫുഡ് വേണ്ടേ? വലിച്ചെറിഞ്ഞ വേണമെങ്കിൽ എടുത്തോ, ഞാൻ എടുക്കില്ല. വേണമെങ്കിൽ എടുത്താൽ മതി. എക്സീഡ് ചെയ്തത് അവിടെ കൊണ്ടുവയ്ക്കാം. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായം പറയാം. ബിഗ് ബോസിനെ എടുക്കാം. എല്ലാവർക്കും അറിയാം. ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തവനൊക്കെ കൂടെ നമ്മ ജീവിക്കണല്ലോ. ആദ്യം എല്ലാവരും ഇരിക്കൂ.
ഇവന്റെ സർക്കസ് നമ്മളയക്കണില്ല. ഇവിടെ കെടുത്തുമ്പോ നിങ്ങൾക്ക് ആർക്കും മനുഷ്യത്വം ശ്രദ്ധിക്കുക, ഇപ്പോൾ എടുത്തിരിക്കുന്നതിൽ 190 പോയിന്റുകൾ കൂടുതലാണ്. അത് തിരികെ വെക്കേണ്ടി വരും. ഏതൊക്കെ തിരികെ വെക്കണമെന്ന് നിങ്ങൾ എല്ലാവരും ചേർന്ന് തീരുമാനിക്കുക. ഉച്ചയ്ക്ക് 12 മണി. ഇതൊന്നും പറയല്ലേ. സോറി, എന്തിട്ട് ആരാ നിക്കണടുത്ത്? ഓ, നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് പറയാം. ഞാൻ നേരിട്ട് പറയാറുള്ളൂ. ഞാനും പറയും. നേരിട്ട് അവിടെ കേട്ട് ഇവിടെ പറഞ്ഞു. കീടാനു സെറിലാക്കില് അത് പാൽപ്പൊടി സെറിലാക്ക് ഇത്രേ ഉള്ളൂ. ചേച്ചി ഭക്ഷണം ഉണ്ടാക്കുന്ന മാത്രല്ലല്ലോ ഗെയിം. അവനിൽ ചേട്ടൻ വല്ലതും കഴിക്കാൻ നോക്കും. ഞങ്ങൾ എല്ലാരും കഴിക്കും. എങ്ങനെ കഴിക്കും? എന്റെ കൈവരെ പൊള്ളി. ഒരു മനുഷ്യത്വം വേണോ? ഞാൻ ഇവിടെ പണിയെടുക്കാണോ? ആണോ മനുഷ്യത്വം ഗെയിം ഉണ്ടാക്കണല്ലോ. ഇവിടെ 20 ഉണ്ടാക്കണ്ടേ? ഐ ഡോണ്ട് കെയർ. മനസ്സിലായോ? ആരാ ഊശി? ഐ ഡോണ്ട് കെയർ. എനിക്ക് പുച്ഛം. നിനക്കൊരു ടാലന്റ് ഇല്ല. യു ആർ ടാലന്റ്ലെസ്. മനസ്സിലായോ? യുവർ ടാലന്റ് ഈസ് അവിടെ സംസാരിക്കാം, ഇവിടെ സംസാരിക്കാം. റെസ്പെക്ട് ഇല്ലാത്ത, ടാലന്റ് ഇല്ലാത്ത ജെൻ ആൽഫ യൂസ്ലെസ് കീടാനു. വെറും ജാം പുഴു. ദാറ്റ്സ് യു. നീ എന്തൊരു കാണിക്ക്. യെസ്, പ്രൂവ് ഇറ്റ്. അവിടെ കാണിക്ക്. നിനക്ക് മിണ്ടാൻ അറിയില്ല. മനസ്സിലായോ? അത്ര ഉള്ളു. യു ആർ ജസ്റ്റ് ആൻ ഇറിറ്റേഷൻ. ചൊറി. നീ മാങ്ങി പോടാ. അവിടെ പോയി പറടി. ഈ കിച്ചൺ ഓൺ ചെയ്യുന്ന പോലെ സംസാരിച്ച് അപ്പൊ ഞാനാ കിച്ചൺ ക്യാപ്റ്റൻ. ഞാൻ ക്യാപ്റ്റനാ. എന്റെ തീരുമാനം അനീഷ് പറഞ്ഞു കൊടുത്ത്. എന്നിട്ട് വ്യക്തമായില്ലേ? ഗ്യാസിൽ ആർക്കും വരാൻ അനുമതിയില്ല. ഇവിടെ ഭക്ഷണം കഴിക്കാൻ പോലും ചേട്ടൻ കഴിക്കുന്ന ഒരു ഭക്ഷണം നീ മോങ്ങാൻ വന്നാ നിന്റെ കണ്ടോ? അയ്യോ, ഞാൻ കരയിപ്പിച്ചെന്ന് പറഞ്ഞ് മോങ്ങി കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന് കണക്ക് പറയുന്ന ഭയങ്കര ഹ്യൂമാനിറ്റി ഇല്ലാത്ത കാര്യമാണ്. എന്നിട്ടാണ് ചേട്ടൻ ഹ്യൂമാനിറ്റിനെ പറ്റി പഠിക്കുന്നത്. അങ്ങോട്ട് പോണ എന്തിനാ? നീ നിന്റെ കാര്യം നോക്കി പോയി എവിടെയെങ്കിലും പോയി. ഞാൻ പോയെന്റെ ഇഷ്ടം. ഉച്ചയ്ക്ക് 12:10. ഇത് മാത്രമുള്ള വിഷമം. പാർഷ്വാലിറ്റി കാണിച്ചത് അത് മാത്രമാണ് വിഷമമായത്. യു ഫീൽ ഓക്കെ നോ? ഭയങ്കര പാർഷ്വാലിറ്റിയാണ്. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായത്. കാരണം നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര പാർഷ്വാലിറ്റിയാണ്. യു ഫീൽ ഓക്കെ നോ? ഐ ആം നോട്ട് അറ്റ് ഓൾ ഓക്കെ. ഭയങ്കര പാർഷ്വാലിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ രഞ്ജിത്തേട്ടൻ അവിടെ ഇരിക്കാൻ പോയപ്പോ ചേട്ടനുണ്ട് ഇങ്ങനെ ഞാൻ എന്തോ കീടാണ് വന്നിരിക്കുന്ന പോലെ. തമാശ
തമാശക്ക് എല്ലാ ചേട്ടൻ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് എന്തിനാണ് ഈ പാർഷ്വാലിറ്റിയും ഇവിടെ നടക്കുന്ന കണ്ടന്റിൽ കേറണം അത് പറഞ്ഞല്ലോ നിന്റെ ഫുഡാണ് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഇത്രയും വിഷമിപ്പിച്ചിട്ട് എനിക്ക് ആ ഫുഡ് അവരാണോ ഉണ്ടാക്കിയത്? ഇത് നീയല്ലേ ഉണ്ടാക്കിയത്? ഒരാള് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയും ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിച്ചാൽ ആയിരിക്കും അയാൾ ആ ഫുഡ് കഴിക്കാൻ പറ്റുമോ? എനിക്ക് വേണ്ട. ഉച്ചയ്ക്ക് 2:10. നീ ഇടയ്ക്കിടയ്ക്ക് ഈ ബോട്ടിൽ ചവിട്ടി പോകുന്നുണ്ട്. ഇനി ഈ ചവിട്ടി ഉണ്ടല്ലോ അനുമോൾ, എന്റെ അവസാന ദിവസമായിരിക്കും ഇവിടെ അല്ല, എന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ഹാർട്ടിൽ. ഏത് ഫ്രണ്ട്ഷിപ്പ്? ഫ്രണ്ട്ഷിപ്പ് ഇല്ല അല്ലേ? എന്നാ പോയി ഇറങ്ങി പോവാം. തിരിഞ്ഞിട്ട് പാടേ എന്താ വിളിച്ചേ? തിരിഞ്ഞിട്ട് പോവാൻ. ആറ്റിറ്റ്യൂഡ് പാട്ടുണ്ടെങ്കിൽ എനിക്ക് ആറ്റിറ്റ്യൂഡ് മാറാനൊക്കെ അറിയാം കേട്ടോ. കോമഡി തമാശ കളിക്കുമ്പോൾ അതിനിടയിൽ ഒരു സീരിയസ് ആണെങ്കിൽ നീ അവിടെ കിടന്ന് ഇറങ്ങിയാൽ മതി. ഞാൻ ഓവറാണ്. നീ ഒന്നും ചെയ്തില്ലേ? നീ നിന്റെ ഫ്രണ്ട് സർക്കിളിൽ കാണിക്കുന്ന എന്റെ അടുത്ത് കാണിക്കരുത്. മേഡം നമസ്കാരം. ഞാൻ സംസാരിച്ചത് എന്താണ്? നീ ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മര്യാദക്കാണ് സംസാരിക്കുന്നത്. നീ ഇതിന് മുന്നേ ഒന്നും എന്നോട് കാണിച്ചിട്ടില്ല. കാണിച്ചു എന്താണെന്ന് കണ്ടവരുണ്ട്. ഇവിടെ സംഭവിച്ചത് ഒന്നും കണ്ടില്ലല്ലോ. വെറുതെ വരെ ഡ്രാമ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ക്യാമറ ഇത്രയൊക്കെ ഉണ്ട്. ആരെ സംസാരിക്കാൻ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇവന്റെ കാണിച്ചത് അറിയാമോ? ഇങ്ങനെ കൈ വെച്ചിട്ട് തിരിക്കി പെട്ടെന്ന് നേരെ ഓപ്പോസിറ്റ് ഒരു പെൺകുട്ടിക്കാണെങ്കിൽ ഞാൻ ഒന്നും റിയാക്ട് ചെയ്യാതെ പോകുന്നുണ്ടാണ് ഇവൻ വീണ്ടും എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കുഴപ്പം ഫിംഗറിന്റെ കാര്യമല്ല അങ്ങനെ കാണിക്കാൻ പാടുണ്ടോ? അപ്പൊ നീ ഇപ്പൊ പറയണ ഇന്നലെ എന്താ പറയട്ടെ? അവളുടെ മൂഡ് സ്വിങ്സ് അവസാനം ഇങ്ങനെ പിടിച്ചിട്ട് പ്രതികരിച്ചില്ല. അപ്പൊ എന്താ തോന്നിയത്? ചേച്ചി ആദ്യമായിട്ടാണ് എന്റെ മുന്നിൽ പയ്യൻ വന്ന് ഇങ്ങനെ കാണിക്കുന്നത്. അത് മിഡിൽ ഫിംഗർ അല്ല. മിഡിൽ ഫിംഗർ ആളുകളായ ഒരു അർത്ഥം വരുമോ? ഹലോ ഇവരോട് ചോദിക്കും. ഒരു പോയിന്റും ഇല്ല ഞാൻ മോളെ. ഉച്ചയ്ക്ക് 2:30. അവിടെ പോയി എണ്ണണം എന്താ? കരഞ്ഞോണ്ടിരിക്കുക. ഞാൻ റൂഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കരച്ചിൽക്കാട് ഇറക്കണത് നിലപാടില്ലാത്തവർ ഞാനിപ്പോ എന്താ റൂഡായി ചെയ്തത്? അവൾക്ക് ഞാൻ അവൾ ഉത്തരവിൽ പറഞ്ഞു ഇവിടെ ആശ്വസിപ്പിക്കാൻ ഒരു ടീമുണ്ടല്ലോ. ഇനി അവള് ഫ്യൂച്ചറിൽ തെറ്റ് ചെയ്താൽ ഒന്നും പറയാൻ പറ്റില്ല. ശീൽക്കറായി 5-ാം ദിവസം വൈകിട്ട് 3:30. അടുത്ത ക്യാപ്റ്റനെ കണ്ടെത്താനുള്ള സമയമാണ്. ഭാഗ്യത്തിന്റെ പണിപ്പുര എന്ന വീക്ക്ലി ടാസ്കിൽ അവസാന റൗണ്ട് വരെ മത്സരിച്ച 8 പേരിൽ നിന്നാണ് ഇത്തവണ ക്യാപ്റ്റൻസി മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കേണ്ടത്. ഇവരിൽ നിന്നും ടാസ്കുകളിലും മറ്റു പ്രവർത്തനങ്ങളിലും മികച്ചു നിന്നുവെന്നും ക്യാപ്റ്റനാവാൻ യോഗ്യതയുണ്ടെന്നും നിങ്ങൾ കരുതുന്നവരെയാണ് ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടത്. ഓരോരുത്തരും 2 പേരുകളും കാരണങ്ങളും പറഞ്ഞ ശേഷം ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ 3 പേരായിരിക്കും ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുക. ആദ്യം തന്നെ ഷാനവാസിക്ക പറയാൻ കാരണം കഴിഞ്ഞതായിട്ടുള്ള ദിവസങ്ങളിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം തന്നെ ഗെയിമുകളിലൊക്കെ വളരെ സജീവമായിട്ട് നിന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അക്ബർ നമുക്ക് വേണ്ടിയിട്ട് പണിപ്പുരയിലേക്ക് അവസാന നിമിഷം വരെയും പോരാടി നമുക്ക് വേണ്ടി ഇന്ന് ഭക്ഷണവുമായിട്ട് എത്തിയ ഒരാളെന്ന നിലയ്ക്കും 2 പേരുകൾ, ഒരാൾ ഷാനവാസിക്കയും ഒരാൾ അക്ബർ. ഷാനവാസ് പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസവും ഇതുവരെ കണ്ട നിലപാടുകളിലുള്ള ആ ഒരു വിശ്വാസത്തിനും അടിസ്ഥാനത്തിലാണ് ഷാനവാസ്. ബിന്നി പലപ്പോഴും പല കാര്യങ്ങളിലും മുന്നോട്ട് വയ്ക്കാനും മുന്നിലേക്ക് വന്ന അഭിപ്രായം പറയാനും ഒക്കെ ഒരു ധൈര്യവും ഒക്കെ കാണിക്കുന്നത് കൊണ്ട് ബിന്നിയെയും ഷാനവാസിനെയും പറയാണ്. ജിസേലിനെയും ഷാനവാസ് ഖാനെയാണ് ഞങ്ങൾ പറയണത്. ജിസേല് നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്. ഷാനവാസ് ക്യാപ്റ്റനായിട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടാവും ഞങ്ങൾക്കൊന്ന് അറിയണം എന്നുണ്ട്. പിന്നീട് കാര്യം ഒരു നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഒക്കെ മനസ്സിലാവുന്ന രീതിയിലൊക്കെ സംസാരിക്കാതെ. അപ്പം എന്തെങ്കിലുമൊക്കെ വയ്യാതെ വന്ന ഡോക്ടർ എന്നല്ല ഞാൻ എൻ്റെ ഇതിലാണ് പറയുന്നത്. അക്ബർ പണിപ്പുര ടാസ്ക് തന്നെ
ബിന്നി അഭിപ്രായം എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയുന്ന ഒരാളാണ്. ഷാനവാസിക്കയും ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ ഇടപെട്ട് നന്നായിട്ട് നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു. അക്ബർക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ചെന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ ആര്യൻ്റെതാണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പോയി പറഞ്ഞാൽ പോലും അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അബിയുടെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പറയാനുണ്ടെങ്കിൽ ക്ഷമയോടെ നിന്ന് കേൾക്കും. രണ്ടാമത്തെ ആള് ബിന്നിനെ സംബന്ധിച്ച് വഴക്കിൽ മറ്റുള്ളവരെടുക്കുന്ന പോലെ ഭയങ്കര ഒച്ചയും അല്ലെങ്കിൽ ബഹളവും ഒന്നും ഇല്ലെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ ബിന്നി വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കും പറയാനുള്ളത് അഭിലാഷിനെയാണ്. അഭിലാഷിനെ ക്യാപ്റ്റൻ ആക്കി കഴിഞ്ഞാൽ അവൻ എങ്ങനെ എല്ലാവരോടും എങ്ങനെ പെരുമാറുന്നുണ്ട് എന്നുള്ളതും കൂടെ കാണാൻ വേണ്ടിയിട്ട് ബിന്നിക്ക് എല്ലാ കാര്യത്തിനും അവളുടേതായ ഒരു റൂൾസ് ഉണ്ട്. ഞാൻ ജിസേലിനെ പറയും, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, പിന്നെ ആ ഒരു ഗെയിമിനെ ഗെയിമായിട്ട് കാണാനായിട്ടുള്ള വിവേചന ശക്തി കൊണ്ട് ഞാൻ അതുപോലെ തന്നെ എല്ലാവരും ഈക്വലായിട്ട് കാണാനായിട്ടുള്ളൊരു മനസ്സ് ജിസേലിനുണ്ട്. അതുകൊണ്ട് ഞാൻ ജിസേലിനെ, പിന്നെ ഞാൻ അഭിശ്രീനെ, കാരണം വേറൊന്നുമല്ല, എല്ലാവരുടെ അടുത്തും ആ ഒരു പ്രശ്നം ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളൊരു വിവേകം എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബിന്നിയാണ്. ഓഫ് കോഴ്സ് അവരത് ഗെയിമായിട്ട് കാണുകയും നമ്മളെല്ലാം ബിഗ് ബോസ് ഹൗസിലാണെന്നും അത് എല്ലാവർക്കും അതൊരു ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും അതൊരു ലക്ഷൂറിയസ് അല്ല, പകരം അത് എല്ലാവരുടെയും വിശപ്പ് മാറ്റണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബിന്നി എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സെക്കൻഡ് ഞാൻ അബിയാണ് വെക്കുന്നത്. ബിക്കോസ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അബി വളരെ ശാന്തമായിട്ട് നമുക്കൊരു കാര്യം അബിയോട് ചെന്ന് പറയാം. അഭിലാഷ് ജിസേൽ അയാൾക്ക് എല്ലാവരുടെ കാര്യങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു ഇതുണ്ട്. അടുത്തത് ജിസേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസേൽ ഒരിക്കലും ജെൻഡർ കാർഡ് ഉപയോഗിക്കാറില്ല. അതുകൂടാതെ ജിസേൽ ഒരിക്കലും മറ്റേ എന്താ പറയാ എല്ലാവരുടെ അടുത്തും തുല്യമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാറുള്ളൂ. ഒന്ന് അഭിചേതൻ, അഭിശ്രീ ചേതൻ ആൻഡ് അക്ബർക്ക. അഭിചേതനെ ചൂസ് ചെയ്യാൻ കാരണം നല്ലൊരു ഗുഡ് ലിസണറാണ്. അക്ബർക്ക ഓൾസോ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അക്ബർക്ക. ആദ്യത്തെ ഷാനവാസ്കായിരിക്കും. ബിക്കോസ് ആളൊരു നല്ലൊരു ലിസണറാണ്. പിന്നെ അഭിശ്രീ ചേട്ടനാണ്, സെയിം ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് അഭിശ്രീ ചേട്ടൻ. ഒരെണ്ണം അക്ബർ ആയിരിക്കും. ബിക്കോസ് ഐ തിങ്ക് അക്ബർ ആയിരുന്നു നല്ല നമുക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആഹാരം ഫുഡാണ്. അതല്ലാത്ത എനിക്ക് അബി ആയിരിക്കും. ഐ തിങ്ക് അബി കുറച്ചും കൂടി കാം മൈൻഡഡ് ആണ്, എല്ലാം കേൾക്കുകയും ചെയ്യും. പിന്നെ അങ്ങനെ അങ്ങോട്ട് സംസാരിക്കാതെ എപ്പോഴും ഒരു സ്ഥലത്ത് നിൽക്കും. ആൻഡ് ഹി നോസ് മീൻസ് ക്യാപ്റ്റൻ ആവുമ്പോൾ നമുക്ക് ഒരാളോട് പറയണമല്ലോ ഒരു കാര്യം, അപ്പോൾ ആ കാര്യം നല്ലോണം കേൾക്കും. ആദ്യത്തെ ഷാനവാസ് ആയിരിക്കും. ബിക്കോസ് എനിക്ക് കാണണം ഇയാൾ എങ്ങനെയാണ് ടാസ്ക് ചെയ്യുന്നത്. ഐ മീൻ ആസ് എ ലീഡർ ഹൗ ഹി വിൽ ബി. സെക്കൻഡ് വുഡ് ബി ആര്യൻ. ബിക്കോസ് ഐ തിങ്ക് അവനൊരു ഈസി ഗോയിങ് ആണ്. എന്തെങ്കിലും വേണമെങ്കിൽ അവനെ ചോദിക്കാം, അവൻ മനസ്സിലാക്കും എന്ത് വേണം എന്ത് വേണ്ട. ആദ്യമായിട്ട് പറയുന്നത് അഭിലാഷിനെയാണ്. അഭിലാഷ് ഇതേ സെയിം റീസൺ തന്നെയാണ്. അഭിലാഷ് നന്നായിട്ട് കേൾക്കും. രണ്ടാമത് ഞാൻ ജിസേലിനെ പറയുന്നു. ജിസേൽ ഫസ്റ്റ് മുതലേ തന്നെ, അതായത് നമ്മൾ അകത്തൊക്കെ കയറ്റരുത് നമ്മളെ ബെഡ് ടാസ്ക് ഉണ്ടല്ലോ, അതിനകത്ത് ഫസ്റ്റ് മുതലേ ജിസേൽ ഒരു ഫോക്കസ്ഡ് ആയിരുന്നു. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അബി തന്നെയാണ്. ഒന്ന് ഫസ്റ്റ് അബി എല്ലാവരും കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ട്. രണ്ടാമത് ബിന്നി ഒരു ഡോക്ടറാണ്. ഒരു ഡോക്ടർ പേഷ്യൻറ്റിനെ നോക്കുന്ന പോലെ ആൾ നമ്മളെ നോക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. ഞാൻ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് റെനേനെയാണ്. കാര്യം റെനെ എല്ലാവരും ഒരു കൊച്ചുകുട്ടി എന്നുള്ളൊരു പരിഗണനയിലാണ് ഇവരെല്ലാവരും കാണുന്നത്. അവൾ ക്യാപ്റ്റൻസിയിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവൾക്ക് അവളുടേതായിട്ടുള്ള വ്യൂവിൽ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എല്ലാവരെയും പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ഞാൻ കാണുന്നു. സോ റെനേനെ ഫസ്റ്റ് പറയുന്നു. സെക്കൻഡ് വൺ അക്ബർ. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി അവൻ ഇന്ന് രാവിലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അത് മാത്രമാണ് റീസൺ. ബിഗ് ബോസ് ഞാൻ ആദ്യം പറയുന്നത് ഷാനവാസിനെയാണ്. കാരണം ഷാനവാസ് എന്തുട്ടാ ചെയ്യാമെന്നൊന്ന് ഞാൻ കാണട്ടെ. രണ്ടാമത്തെ പേര് പറയുന്നത് റെന ഫാത്തിമ. ബിക്കോസ് പുതിയ തലമുറയിലെ ഉയർന്നു വരുന്ന ഒരു പെൺകുട്ടിയാണ് റെന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർ 7 വോട്ടുകൾ വീതം നേടിക്കൊണ്ട് ഷാനവാസും ബിന്നിയും, 10 വോട്ടുകളോടെ അഭിലാഷ്. 3 പേർക്കും അഭിനന്ദനങ്ങൾ. 5-ാം ദിവസം വൈകിട്ട് 4:25. നാളെയും കൂടെ ഉള്ളു നിന്റെ കളികളൊക്കെ ഇവിടെ. നിന്നെ ഇവിടുന്ന് പോച്ചടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ ബാക്കിയുള്ള 19 പേരുടെ ആവശ്യം. അത് നീയല്ല തീരുമാനിക്കണത്. ഇറങ്ങി പോടാ, ചുമ്മാ കിടന്ന് ഷോണിക്കാതെ അതിൻ്റെ അകത്ത് കിടന്ന് അംഗീകരിച്ച് തരാൻ മനുഷ്യ പറ്റില്ലാത്തവനെ അങ്ങനെ പറഞ്ഞാണല്ലോ. അങ്ങനെ പറയും. അങ്ങനെ പറയുള്ളൂ. ചുളിവിലൊരു ക്യാപ്റ്റൻ. നീ തീവ്ര അനീഷ, നിന്റെ ട്യൂട്ടോറിയൽ കോളേജിലെ പഠിത്തവും അതും ഇതൊക്കെ നിർത്തി വെച്ചിട്ട് നീ ഇവിടെ താഴോട്ട് ഇറങ്ങിയോ? നിനക്ക് എന്താ ആകാശത്തിലേക്കുള്ള വെൺതാരങ്ങളാണ് ഞങ്ങൾ ആകാശത്തിലെ വെൺതാരങ്ങളായെങ്കിലേ ഞങ്ങൾ പണിയെടുത്തായതാണ്ട. നീ മാത്രം അങ്ങ് മറ്റേ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നവൻ. നീ അടുത്ത ആഴ്ച ഔട്ടാകുമ്പോൾ പുറത്ത് അന്വേഷിച്ച് നോക്കട്ടെ ഞങ്ങളെ കുറിച്ചൊക്കെ. നിനക്ക് ആർട്ടിസ്റ്റുകളെ വിലയില്ലേ?
ഒരു കഴിവില്ലാത്തവനെ. നിന്നെ പറയൂടാ, നിന്റെ പറയും. ശബ്ദം ഒന്ന് ശരിയാവാൻ വേണ്ടി കാത്തിരിക്കരുത്. ഞാൻ നിന്നെ ഉണ്ടാക്കാൻ ഞാൻ വരില്ല. നിന്നെ ഉണ്ടാക്കാൻ ഞാൻ വരില്ല. ഇങ്ങോട്ട് വന്നാൽ നിന്നെ വിടത്തുമില്ല. നിന്നെ വന്ന നീ എൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചാൽ നിന്നെ വിടത്തില്ലേ, കിടത്തി ഉറക്കൂല നിന്നെ ഞാൻ എൻ്റെ അകത്ത്. വൈകിട്ട് 4:45. ഇനി ഈ സീസണിലെ ആദ്യത്തെ ജയിൽ നോമിനേഷൻ. വീക്ക്ലി ടാസ്കിൽ ഒരു പോയിന്റും ലഭിക്കാത്ത മറ്റ് 11 പേരിൽ നിന്നാണ് ജയിലിൽ പോകാനുള്ളവരെ തിരഞ്ഞെടുക്കേണ്ടത്. ഈ ജയിൽ നോമിനേഷനിൽ ക്യാപ്റ്റന് ഒരു പ്രത്യേക അധികാരം ഉണ്ടായിരിക്കും. ഒരാളെ ജയിലിലേക്ക് നേരിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം. ബിഗ് ബോസ്, ഞാൻ ജയിലിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് ശരത്തിനെയാണ്. കാരണം ശരത്ത് ടാസ്കിൽ ഒന്നും തന്നെ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ജയിലിൽ പോയി കിടക്കട്ടെ അവൻ. ശ്രദ്ധിക്കുക, ക്യാപ്റ്റനെ ആർക്കും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ബാക്കിയുള്ളവരുടെ ഊഴമാണ്. RJ ബിൻസി പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ടാസ്കിൽ പുകഞ്ഞ കൊള്ളി പുറത്തായിട്ട് കിടന്നിട്ടും ഒരു നാണമില്ലാണ്ട് അവിടെ കിടന്നിട്ട് കൂർക്കം വലിച്ചിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു. പുകഞ്ഞ കൊള്ളി പുറത്ത് മാത്രമല്ല ആ വരാന്തയ്ക്ക് പോലും കിടക്കാനായിട്ടുള്ള യോഗ്യത RJ ബിൻസിക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ജയിലിൽ പോയിട്ട് RJ ബിൻസി കിടക്കട്ടെ. അധികം കാണാത്ത അനുമോളാണ് പണിയെടുക്കുന്നതായിട്ട്. അതുകൊണ്ട് അനുമോൾ. ശൈത്യ. കാരണം ടാസ്കുകൾ കുറച്ചും കൂടെ സജീവമാണെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ട്, ആവണമെന്ന് തോന്നിയത് കൊണ്ട് ശൈത്യ. ശൈത്യ കുറച്ച് ആക്റ്റീവ് കുറവാണ്, ആക്റ്റീവ് അല്ല, കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം. ഞാൻ അനുമോളുടെ പേര് പറയും. ബിക്കോസ് നമ്മളുടെ ഇവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു, ബാഡ്ജ് കിട്ടിയ ആൾക്കാരുടെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ലെന്ന്. സോ അവൾ പെർഫ്യൂം യൂസ് ചെയ്തതുകൊണ്ട്, നിയമം തെറ്റിച്ചതുകൊണ്ട് ഞാൻ നെവിനെയാണ് പറയാൻ വിചാരിക്കുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ നെവിനെ മാത്രമാണ് അതായത് എല്ലാവരുടെയും ദേഷ്യവും സങ്കടവും വെറുപ്പും ഒക്കെ നമ്മൾ കണ്ടു. അല്ലെങ്കിൽ അതിജീവിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു വിഷമമുണ്ട് ഫുഡ് എന്ത് കാര്യത്തിലും. ഇവന് മാത്രം ഇത് തന്നെയാണ് ഫേസും കാര്യങ്ങളും. അപ്പം ജയിലിൽ കിടക്കുമ്പോൾ ഇതേ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യൂ. അപ്പം തൊട്ട് നെവിൻ അല്ല ബാലിശമായ കാരണമല്ല, നെവിന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്നാലും ഈ സ്ട്രോങ്ങിൽ തന്നെ നിൽക്കുന്നുണ്ടോ എന്ന് എനിക്കൊന്ന് കാണണം. അനുമോള് കുറച്ച് എത്ര ദിവസമാണെന്ന് അറിയില്ല എപ്പോഴും ഒന്ന് ജയിലിൽ കിടക്കും. കാരണം അനുമോള് പുറത്ത് കറങ്ങി നടന്ന് പല കാര്യങ്ങളിലും ഇടപെട്ടിട്ട് ഇതെങ്ങനെയാണ് ഇതിലേക്കൂടെയൊക്കെയാണ് വരുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് തട്ടിക്കളയേണ്ടതെന്നൊന്നും അറിഞ്ഞുകൂടാതെ ഒരു കൺഫ്യൂഷനിലാണ്. ജയിലിൽ നിന്ന് സ്വസ്ഥമായിട്ട് ഏകാഗ്രത അവിടെ നിന്ന് നേടാൻ കഴിയുമെങ്കിൽ ആ റൂട്ടിലൂടെ ഒന്ന് ചെലവഴിക്കാനായിട്ട് അനുമോളിനെയാണ് ഞാൻ ജയിൽ നോമിനേറ്റ് ചെയ്യുന്നത്. താങ്ക് യു. ഞങ്ങൾ പറയാൻ പോകുന്നത് ശൈത്യയുടെ പേരാണ്. കാരണം പുള്ളിക്കാരി ഒരു ഇന്നാക്റ്റീവ് ആണെന്ന് തോന്നി. കാരണം ഒന്നിലും ലൈക്ക് വലിഞ്ഞു നിൽക്കുന്ന പോലെ ഫീൽ ചെയ്ത്. ഞാൻ അനുമോളെയാണ് പറയുന്നത്, വേറൊന്നും കൊണ്ടല്ല. അനുമോൾ ഇവിടെ പലതരം കാർഡുകൾ ഇറക്കി കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ആവശ്യമില്ലാത്ത ഒരു എന്താ പറയുന്ന ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് രേണു ചേച്ചിയുടെ പേരായിരിക്കും. കാരണം ഫസ്റ്റ് ടാസ്ക് തൊട്ട് ഞാനും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് ശ്രമിച്ചു അത് പിടിച്ച് മേടിക്കാനായിട്ട് ഇവരുടെ അടുത്ത് നിന്ന്. പക്ഷേ ഇതെനിക്ക് പറ്റിയില്ല. അപ്പോഴും ചേച്ചി അടുത്ത് പറഞ്ഞു, ചേച്ചി ട്രൈ ചെയ്യുന്നത് പറഞ്ഞ് ഞാൻ ഫിസിക്കലി എനിക്ക് അറിയത്തില്ല, ഇതിനകത്തൊക്കെ ഏറ്റുമുട്ടാൻ പറ്റും, അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. ലാസ്റ്റ് നമ്മുടെ മറ്റേ ബോക്സിൻ്റെ ഉള്ളിൽ കഴിയുന്ന ടാസ്ക് ആണെങ്കിലും ചേച്ചിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ ഫിസിക്കലി മെന്റലി സ്ട്രോങ് ആവട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇനാക്റ്റീവായിട്ട് തോന്നിയോണ്ടാണ്. രേണു ചേച്ചിയാണ്. കാരണം ഒന്നിനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത പോലെ തോന്നി. പിന്നെ പറയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ പേഴ്സണലായി എടുക്കുന്ന പോലെ തോന്നി. രേണു ആണ്. ബിക്കോസ് ഫ്രം ഡേ വൺ പെർഫോമൻസ് ഇല്ല ഒട്ടും. ടാസ്ക് ആവട്ടെ എന്തെങ്കിലും ഒരു എനർജി ഇല്ല. പിന്നെ മേലാതിരിക്കും. മെന്റലി ലോ ആണ്, ഫിസിക്കലിയും ലോ ആണ്. ഈ വീട്ടിൽ വന്നപ്പോൾ ഇനിഷ്യലി എൻ്റെ ബാൻഡ് എടുത്തിട്ട് പോയത് നെവിനാണ്. ആൻഡ് അത് മാത്രമല്ല 2-3 ലക്ഷം സാധനങ്ങൾ എടുത്തിട്ട് പോയിട്ടുണ്ട്. ബന്ധം വേറെ, ഗെയിം വേറെ. ഒനീൽ ചേട്ടനെയാണ്. കാരണം കിച്ചൺ ടീമിൽ നിന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ പറ്റിയതും ഒനീൽ ചേട്ടനെയാണ്. വേറൊന്നുമല്ല, നമ്മൾ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തു, പുള്ളിക്ക് കുക്ക് ചെയ്യാൻ അറിയാം എന്ന് വിചാരിച്ചതുകൊണ്ട്. പക്ഷേ ക്യാപ്റ്റൻ എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി കുക്കിങ്ങിൽ എല്ലായിടത്തും ജനറലൈസ് ചെയ്തിട്ടില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അനുമോളാണ്. അനുമോള് നമുക്ക് ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുക, നമ്മൾ ക്ലീൻ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ തരാതിരിക്കുക. പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റു പലരും വരുന്നുണ്ട്, അവരെ കാര്യം കഴിഞ്ഞ് പോകുന്നുണ്ട്. പക്ഷെ അനുമോള് മാത്രം ക്ലീനിങ് റൂമിൽ ചുറ്റിപ്പറ്റി നിൽക്കുക, നമ്മളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി നിൽക്കുക. അതൊരു മോശപ്പെട്ട കാര്യമായിട്ട് തോന്നി. ഒരു കാര്യത്തിൽ വ്യക്തമായിട്ടുള്ളൊരു നിലപാട് അനുമോൾക്കില്ല. അനു ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അനുവിന് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാനുള്ളൊരു
ക്വാളിറ്റി അനു കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അനു ഈ ജയിലിൽ പോയിട്ട് പ്രതികരണ ശേഷിയുള്ള ഒരു അനുവായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ അനുവിനെ നോമിനേറ്റ് ചെയ്തു. ഞാൻ ബിൻസി പേഴ്സണലായിട്ട് എടുത്തിട്ടല്ല, ഞങ്ങൾക്കൊരു പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന ഒരു ടാസ്ക് കിട്ടിയപ്പോൾ ആരും അങ്ങനെ ഉറങ്ങിയിട്ടില്ല. പക്ഷെ അവർ ചെയ്തൊരു നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ച് അവർ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ബിൻസി അന്നും നിന്നില്ല, എന്നാൽ പിറ്റേ ദിവസം തലേ ദിവസം ഉറങ്ങാത്തവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പിറ്റേ ദിവസവും നിന്നില്ല. ജയിലിൽ പോകാൻ ക്യാപ്റ്റൻ നേരിട്ട് നോമിനേറ്റ് ചെയ്തത് ശരത്തിനെയാണ്. ബാക്കി എല്ലാവരും നോമിനേറ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് അനുമോളാണ്. നിങ്ങൾ രണ്ടുപേരുമായിരിക്കും ഇന്ന് ജയിലിൽ പോകേണ്ടി വരിക. വൈകിട്ട് 5:20. എന്റെ പൊന്നു നെവിനെ, ഞാൻ ആദ്യം നെവിന്റെ കാര്യം പറഞ്ഞപ്പം നെവിൻ അന്നത്തെ നോമിനേഷനെ വന്നിട്ട് പറഞ്ഞു പുകഞ്ഞ കൊള്ളിക്ക് പുറത്ത് ബിൻസി എന്റെ പേര് പറഞ്ഞു. സോ ബിൻസി എന്റെ പേര് പറഞ്ഞോളൂ, സോ ബിൻസി എന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് റീസൺ പറ. അന്തസ്സായിട്ട് ഈ RJ ബിൻസി അംഗീകരിക്കും. പുറത്ത് പോയി എത്ര ദിവസം വേണേലും കിടക്കും. കരുതി കൂട്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ റീസൺ കൃത്യമായിട്ട് പറയണം. താൻ വെറുതെ ആയിട്ട് കൊള പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് യു മൈൻഡ് യുവർ വേർഡ്സ്. ഓക്കേ, താൻ മൈൻഡ് അല്ലല്ല, അത് താൻ പറഞ്ഞു, താൻ കൊളന്ന് പറഞ്ഞു. ഐ ഡോണ്ട് കെയർ. ആണോ, നല്ല സംസ്കാരം കേട്ടു. ഈ കാര്യം എടുത്ത് പറഞ്ഞ സംസ്കാരം നന്നായിട്ട് കേട്ട മോളെ. അയ്യോ, രണ്ടാമത് കളയാൻ വരുമോ? പറയല്ലേ കേട്ടോ. RJ ബിൻസിനെ പോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ RJ ബിൻസിക്ക് ഭയങ്കര പ്രശ്നം. മോളെ എല്ലാവർക്കും ഇൻപെർഫെക്ഷൻസ് ഉണ്ട്. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്റെ പെർഫെക്ഷൻ. മോളുണ്ടല്ലോ ശബ്ദിക്കാന്ന് വിചാരിച്ചിട്ട് പോയിന്റ് ഇറക്കണ ബിൻസി മോൾ അങ്ങോട്ടേക്ക് ഉണ്ടല്ലോ കൂർക്കം വലിച്ചു കിടക്കുന്നത് എന്റെ കണ്ണ് വെച്ച് കിടന്നത്. എന്തുകൊണ്ട് തനിക്ക് അന്തസ്സുണ്ടോ? 3 ദിവസം അവിടെ ഉറങ്ങാണ്ട് കിടന്നിട്ട് ഞാൻ ഇവരെയൊക്കെ വെല്ല് വിളിച്ചിട്ടാ പറഞ്ഞത്. ഞാൻ ഉറങ്ങാൻ പോവാ, നീയൊക്കെ എന്നെ വന്ന് പൊക്കാൻ പറ്റുമെങ്കിൽ പൊക്കല്. ഓരോരുത്തരെയും വെല്ല് വിളിച്ചിട്ട് ഞാൻ പോയത്. അതിന്റെ ഗെയിം പ്ലാനാ. എന്നെ പൊക്കണായിരുന്നു ജയിലിൽ കിടന്നിട്ട്. അതിന്റെ ഗെയിം പ്ലാനാട്ടോ ഒന്ന് പറഞ്ഞാൽ മതി. മോള് തനിക്ക് ജയിലാണ് ഏറ്റവും ബെറ്റർ. എന്ത് പറ്റി? വീട്ടിലല്ലോ ബിഗ് ബോസ്. അല്ല, വീട്ടില. അത് ഞാൻ പറയട്ടെ, എന്നെ നോമിനേറ്റ് ചെയ്തുണ്ടാക്കിയോ? എന്നെ നോമിനേറ്റ് ചെയ്തായിരുന്നു താൻ? ചെയ്തായിരുന്നു? അല്ല, മര്യാദ പഠിക്കുക. താനാരാ? താൻ എന്റെ അമ്മയോ? താൻ എന്റെ അച്ഛനോ? അല്ലല്ലോ. വെറും RJ ബിൻസി എന്റെ അടുത്തേക്ക് മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി വരാൻ നിൽക്കണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ താനെ എന്തൊട്ട് കുന്താണ് കാണിച്ചു കൂട്ടുന്നത്. ഞാൻ ഭയങ്കര റേഡിയോ ചോക്കി ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ റേഡിയോ കഥയും താൻ RJ അല്ലേ? വെറും കണ്ടസ്റ്റന്റ്. വെറും കണ്ടസ്റ്റന്റ്. ഒരു കാര്യം പറയട്ടെ, ഞാൻ ഫാഷൻ കൊറിയോഗ്രാഫർ ആണ്. ഒരു പേക്കോലം കാണിച്ചാൽ നടക്കുന്നില്ല. അല്ല, തന്റെ എന്താണോ പേക്കോലം? ലുക്ക് അറ്റ് മീ. ഞാൻ ഫാഷൻ കൊറിയോഗ്രാഫർ. എനിക്ക് അറ്റ്ലീസ്റ്റ് എന്റെ ഡ്രസ്സുകൾ ഇടാൻ പറ്റുന്നത്. തനിക്ക് എന്ത് ഡ്രസ് ഉണ്ട്? ഇപ്പോഴും എന്താണ് സ്ട്രോബെറിയോ വെണ്ടയ്ക്ക് വെച്ചിട്ടല്ലേ നടക്കുന്നത്? ഫസ്റ്റ് തന്റെ ഡ്രസ്സ് പോയിട്ട് വാങ്ങിച്ചിട്ട് എന്റെ മുമ്പിൽ ഒന്ന് ഷോ ഇറക്കും. ഓക്കെ, നാണില്ലാത്ത കുറെ നീയാണ് കേട്ടോ. നീയാണ് നാണില്ലാണ്ട് കൂർക്കം വലിക്കുന്നത് ഒരു മനുഷ്യന്റെ ഇത്ര പേര് റൂമിൽ കിടക്കുന്ന ഡീന്നൊക്കെ വീട്ടില്. എന്താ വിളിക്കേണ്ടത്? ഒരു മാന്യത വിളിക്കില്ല. ഒരു മാന്യത സോറി പറഞ്ഞു. അതിനുശേഷം നീ എത്ര പ്രാവശ്യം നിന്റെ ഊള കോമഡി കേട്ട് ചിരിക്കാൻ വന്നതല്ല. മറ്റുള്ളവർ ചിരിക്കാൻ പോലെ നിന്റെ കോമാളിത്തരങ്ങൾ ചിരിക്കാൻ വന്നില്ല. കൂർക്കം വലിക്കുന്നത് ഈ റൂമിൽ എല്ലാരും കൂർക്കം വലിക്കുന്നുണ്ട്. ഈ റൂമിൽ എല്ലാരും കൂർക്കം വലിക്കുന്നുണ്ട്. സ്വന്തം ഡ്രസ് എനിക്ക് വേണ്ട. എനിക്ക് ബിഗ് ബോസിന്റെ ഡ്രസ് മതി. എനിക്കിത് മതി. ഞാൻ ഫാഷൻ പരേഡ് കാണിക്കാനല്ല വന്നത്. ഞാൻ ഗെയിം കളിക്കാനോ നാണം മറിക്കാൻ ഒരു തുണി കൊടുത്താൽ മതി. എനിക്കതുണ്ട്. എനിക്ക് അതിന്റെ ആവശ്യമുള്ളൂ. ഈ പേക്കോലം കാണിക്കുന്നതല്ല. ഞാൻ പേര് വിളിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ പേര് വിളിച്ച് സംസാരിക്കുന്നത്. ഞാൻ നെവിനെ ഇടാൻ വിളിച്ചിട്ടില്ല. ഞാൻ കൂർക്കം വലിക്കുന്നതിന് ചെവി വന്നിട്ടല്ല. ഞാൻ അവിടെ മറ്റുള്ളവർക്ക് എന്നെ പൊക്കി ഔട്ടാക്കാൻ പറ്റുള്ളൂ. ബുദ്ധി ഉപയോഗിച്ച് ഗെയിം കളിക്കണം നിങ്ങളുടെ ഡ്യൂട്ടി ആയിരുന്നു. എന്നെ പൊക്കാൻ വേണ്ടി അതെ എന്റെ ഗെയിം പ്ലാൻ ആണ്. ഞാൻ അവിടെ കിടന്നുറങ്ങി.
അയ്യോ നിങ്ങളെന്നെ ഒന്ന് കൂർക്കം വലിച്ച് പിടിക്കണം. ഇറങ്ങുന്നത് അങ്ങനെ ഗെയിം പ്ലാൻ. പുറത്താക്കണമായിരുന്നു. നിങ്ങൾക്കത് വെണ്ടയ്ക്ക പറ്റിയില്ല. കിട്ടുന്നത് ഗെയിം പ്ലാൻ. അത് ഓക്കേ, നിങ്ങളുടെ പുറത്താക്കുന്നത് ഗെയിം പ്ലാൻ. മോളെ ട്രിഗർ ആവോ കൂർക്കം വലിച്ചാണോ മാന്യത കുറവ്? നിനക്കാണോ മാന്യത? എടീ പൊടിന്ന് വിളിക്കരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞു. ഇവനെ ബിൻസി എന്ന് വിളിക്കണം. ബിൻസി എന്ന് വിളിക്കണം. ബിൻസി എന്ന് വിളിക്കണം. ബിൻസി എന്ന് വിളിക്കണം. ബിൻസി എഡി പൊടിയൊക്കെ വീട്ടിൽ പോയി നിന്റെ അമ്മനെ മകളെ വിളിച്ചോ. എന്നെ വിളിക്കാൻ നിൽക്കരുത്. അതെ എന്റെ അമ്മനെ പെങ്ങനെ വിളിക്കണം? എഡി ബിൻസി എന്ന് വിളിക്കണം. ഞാൻ നെവിൻ എന്നാണ് വിളിച്ചത്. ഞാൻ നെവിൻ എന്നാ വിളിച്ചത്. ഞാൻ നെവിൻ എന്നാ വിളിച്ചത്. എന്നുള്ള വാക്കൊക്കെ എന്റെ അടുത്ത് ഉപയോഗിച്ചു. മര്യാദയ്ക്ക് സംസാരിക്കണം. എഡി പൊടിന്ന് വിളിക്കരുത്. ഞാൻ പറഞ്ഞു കേട്ടോ നീ പേക്കോളം കെട്ടിയാക്ക നിന്റെ വീട്ടിലായിട്ട് എന്നല്ല നിന്റെ ആരാണോ ഇവിടുത്തെ കോമാളി ജോക്കറെ പോലെ ഇളിച്ചു നടന്ന ഞാൻ കളിക്കണോ ഒറ്റയ്ക്ക് അന്തസായിട്ട് കളിക്കണോ? ചുമ്മാ കോമാളിനെ പോലെ മറ്റുള്ളവർ നടിക്കുന്ന ഊള കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാൻ ഐ ലവ് യു എന്ന് പറഞ്ഞ് മര്യാദ എല്ലാ പെമ്പിളർക്കും ഞാൻ പറഞ്ഞ ഡയലോഗ് ഇത്. മര്യാദക്ക് ഗെയിം കളിക്കും. ഞാൻ പ്ലാൻ ചെയ്ത് ഗെയിം കളിച്ചെങ്കിൽ എന്റെ അന്തസ് ഞാൻ ഷാനവാസിക്കാണ്. പുറത്ത് കിടന്നെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നെ പുറത്താക്കാൻ. എന്തുകൊണ്ട് പറ്റിയില്ല? എടോ ഇവിടുന്ന് പുഷ്പം പോലെ നിങ്ങൾക്ക് പുറത്താക്കാം. കട്ടിലും കൊണ്ട് അവിടെ കൊണ്ട് വെച്ചാൽ മതി. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഔട്ടാ. ആർക്കും പറ്റിയില്ല. 3 പ്രാവശ്യം വന്ന് നോക്കി ആർക്കും പറ്റിയില്ല. അത് നിങ്ങളുടെ കഴിവുകേട്. അത് ആദ്യം അംഗീകരിക്ക്. ചീള് ചേർക്കാം. വൈകിട്ട് 5:35. ഇനി എന്റെ അടുത്തേക്ക് സോറി പറഞ്ഞ് വരാനും നിൽക്കണ്ട ആരും. നെവിൻ അല്ല വേണ്ട അല്ലെങ്കിലോ നാടകം കളിക്കാൻ പറ്റുമല്ലോ സോറി പറഞ്ഞിട്ട്. എനിക്ക് ഇനി അതുപോലും വേണ്ട. ആര് പറയുന്നു ഇവന്റെ അടുത്ത് സോറി? എന്റെ പട്ടി പറയും ഇവന്റെ അടുത്ത് സോറി. എന്റെ പട്ടി പോലും പറയത്തില്ല. അതുങ്ങൾക്ക് രണ്ടിനും അന്തസ്സുണ്ട്. 5-ാം ദിവസം വൈകിട്ട് 6:35. പാവക്കൂത്ത്. ഇത് നിങ്ങളുടെ ക്യാപ്റ്റൻസി ടാസ്ക്. ഗാർഡൻ ഏരിയയിൽ കറങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. മുകളിലായി നിങ്ങളുടെ 3 പേരുടെയും ഫോട്ടോകളുള്ള പാവകളും ഉണ്ടാവും. തന്നിരിക്കുന്ന വടി കൊണ്ട് സ്വന്തം പാവയെ അടിച്ച് താഴെയിടുക എന്നതാണ് ടാസ്ക്. അറിയിപ്പ് ലഭിക്കുമ്പോൾ 3 പേരും സ്വന്തം ഫോട്ടോയുള്ള പാവയുടെ താഴെയായി പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുക. 3 പേരും ബ്ലൈൻഡ് ഫോൾഡ് ധരിച്ച് വേണം മത്സരിക്കാൻ. തന്നിരിക്കുന്ന വടി കൊണ്ട് പാവയെ അടിച്ച് നിലത്തിടണം. ആരുടെ പാവയാണോ ആദ്യം നിലത്ത് വീഴുന്നത് അവരായിരിക്കും ടാസ്കിലെ വിജയി. ഓർക്കുക, ആരാദ്യം പാവയെ അടിച്ച് നിലത്തിടുന്നു എന്നതിലല്ല കാര്യം. ആരുടെ മുഖമുള്ള പാവയാണോ ആദ്യം നിലത്ത് വീഴുന്നത് ആ വ്യക്തിയായിരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ അടുത്ത ക്യാപ്റ്റൻ. ഗുഡ് ലക്ക് ബിഗ് ബോസ്. 5-ാം ദിവസം രാത്രി 7:10. ഇറങ്ങി കഴിഞ്ഞാൽ തീർന്നു. നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു. നിങ്ങളായിട്ടുള്ള യാതൊരു ബന്ധം ഞാൻ വെക്കില്ല. വരില്ല. അനീഷേട്ടൻ ഞാൻ സിംഗിളാ. അനീഷേട്ടന് സമ്മതമാണെങ്കിൽ ഞാൻ റെഡിയാ. ഒരിക്കലും ജീവിതകാലത്ത് എനിക്ക് സമ്മതമേ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നിങ്ങളെല്ലാവരും പേടിയാണ് സത്യത്തില്. മനസ്സിലായോ? ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്നു. ഒരു ബന്ധവുമില്ല നമ്മൾ തമ്മില്. ബന്ധമുണ്ട്. ഇല്ല. രാത്രി 7:15. ആരാണ് ആദ്യം വെട്ടിയത്? ഫസ്റ്റ് ഷാനവാസ്, സെക്കൻഡ് ഈ ബിഗ് ബോസ് വീടിന്റെ അടുത്ത ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട ഷാനവാസിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു ബിഗ് ബോസ്. താങ്ക് യു. രാത്രി 8:50. ശ്രദ്ധിക്കുക, ഇനി ജയിൽ ഉദ്ഘാടനത്തിന്റെ സമയമാണ്. നിലവിലെ ക്യാപ്റ്റൻ എല്ലാവരും വന്ന ശേഷം നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്ത് അനുമോളെയും ശരത്തിനെയും ജയിലിൽ അടച്ചുപൂട്ടുക. അനീഷ്, മഹാനായ അനീഷ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ചരിത്രത്തിൽ ആദ്യമായി നാടമുറിക്കൽ കർമ്മം എനിക്ക് വേണ്ടി തന്ന ബിഗ് ബോസിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ആ തിരുക്കർമ്മത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ബിഗ് ബോസ്
വന്നാട്ടെ വലത് കാല് വെച്ച് കിടന്നാട്ടെ. അടിച്ചു പൊളിക്കൂ. സ്ഥലത്തേക്കല്ലേ കടക്കണേ. കടക്ക്. ആ ബിഗ് ബോസ്. അങ്ങനെ നമ്മൾ ലഡു 20 കിട്ടണം. 20 പേർക്ക്. രാത്രി 9:35. ജയിലുകാർക്ക് കഞ്ഞി ജയിലിലുള്ളവർക്ക് അത് പോവില്ലല്ലോ താഴേക്ക്. ഇല്ല. ബിഗ് ബോസ് അവരുടെ കാര്യം കുശാലായി. അതെ, അവർക്ക് കഞ്ഞി. കുറച്ച് അച്ചാറ് തരണുണ്ടോ ചേച്ചി? ഞങ്ങളുടെ ഒരു പരിഗണനയായിട്ട് മാത്രം കരുതിയാൽ മനസ്സിലായ. നീ ഒരുപാട് ഡയലോഗ് അടിക്കാതെ ഇങ്ങോട്ട് തന്നിട്ട് പോടാ അവന്റെ അമ്മോടെ ഭക്ഷണം കൊണ്ടുവരുന്ന ആൾക്കാരെ അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ അവൻ എന്തിനാ പറഞ്ഞ അങ്ങനെയൊക്കെ? അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്റെ കൂടെ വരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സർവേഷന്റെ അപ്പൊ പേടിയുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു. ഇറങ്ങി ഓടിയല്ല പേടിയുണ്ട്. പോവാണോ അനീഷേട്ടാ? അനീഷേട്ടാ പോവാണോ? രാത്രി 10:35. ഇന്നോട്ട് അവന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവൻ എന്നെ ജയിലിലോട്ട് ആക്കിയില്ലേ, ഇന്നോട്ട് അവനെ എഴുതി ഒട്ടിക്കും ഞാൻ. ഇവിടെ ഈ കഞ്ഞിയാണ് ഭക്ഷണമാണ് സത്യം, ഈ ജയിലിൻ്റെ അകത്തിട്ട് ഞാൻ സത്യം ഞാൻ എന്ത് പറയുന്നേ. ഞാൻ ഈ ഷോയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവനെ ചവിട്ടി ദൂരെ കളഞ്ഞിരിക്കും ഞാൻ പുറത്ത്. ഒരു മാറ്റമില്ല. ഉറങ്ങാൻ സമയമില്ല, ലൈറ്റ് ഓഫ് ആവുന്നില്ല. നീ അനീഷിനടുത്ത് പോയിട്ട് പറയണം ഞാൻ അനീഷിനെ വിളിക്കുള്ളൂ. ഞാൻ ചേട്ടാ ചോട്ടാന്ന് ഇവിടെ വിളിക്കണം വരാൻ പറ. ചേട്ടൻ പറയും. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. അല്ല നീ തുടങ്ങിയിട്ടാ നിന്റെ പ്രശ്നം. ഇല്ല ചേട്ടാ ചോദിച്ചേട്ടാ പ്ലീസ് ചേട്ടാ. പക്ഷെ അനീഷ് എന്ത് അടിസ്ഥാനത്തിന് പുറത്താണ് ഈ കൊച്ചിൻ്റെ അടുത്ത് നിലപാടില്ലാത്തവള് നിന്നെ ഒരൊറ്റ അകലത്തിൽ നീക്കി നിർത്തി സംസാരിക്കുന്നൊക്കെ പറഞ്ഞു? ഇതൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് നീ ഇട്ട് കൊടുക്കുന്ന ഒരു ആവശ്യമില്ലാത്ത കണ്ടന്റ്. അതിന്റെ വ്യക്തമായിട്ടുള്ള കാരണം അനുമോൾക്ക് അറിയാം. അനുമോൾക്ക് അറിയാം വ്യക്തമായിട്ടുള്ള കാരണം. ഞാൻ പല കാര്യങ്ങളും ചോദിച്ചപ്പോഴും പല ആളുകളെയും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നീ വെറുതെ നീ ഒരു പാവപ്പെട്ട കൊച്ചിനെ, നീ ഒരു പാവപ്പെട്ട സ്ത്രീയെ, ഒരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട പെൺകൊച്ചിന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് വരുത്തി തീർത്തല്ലോ കള്ളക്കഥകള്. ആ പെണ്ണിന് ജീവിതം ഉണ്ടോ പുറത്തിറങ്ങുമ്പോ? നിനക്ക് എന്തും പറയാനുള്ള അധികാരം ബിഗ് ബോസ് എന്നല്ല ലോകത്ത് ആരും തന്നിട്ടില്ല. ഇത് പറയും, ഇത് പറഞ്ഞിരിക്കും. കേരളത്തെ പ്രായപൂർത്തിയായ കേരളത്തെ എല്ലാ ചെറുപ്പക്കാരികളെയും കുറിച്ചാണ് നീ അപമാനിക്കുന്നത്. ഇന്റർനെറ്റ് പ്രശ്നമില്ലേ? ചോദിച്ചപ്പോ ഞാൻ ഞങ്ങളിവിടെ കഞ്ഞുടിച്ചോണ്ടിരിക്കുന്നു. ചാടിയും കണ്ടി ഈ പെങ്കൊച്ചെടുത്ത് മുഖത്തേക്ക് പറയോ നിനക്ക് നിലപാടില്ലാത്തവളാണ്, മറ്റതാണ് മറിച്ചതാണ്. ഈ പെങ്കൊച്ചിനോട് ജീവിതമുള്ളതല്ലേ? എല്ലാവരും പോലെയല്ലേ ഇവിടെ മത്സരിക്കാൻ വന്നത്? അവന് കേരളത്തിലെ എല്ലാ പ്രായപൂർത്തിയായ സ്ത്രീകളെ കുറിച്ചാണ് നീ പറഞ്ഞേക്കണം. നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയേ പറ്റൂ. ശനിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ലാലേട്ടൻ ഇവിടെ വരുമെന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് ഞാൻ പറയൂടാ. മൊത്തത്തിലൊരു സ്ത്രീ വിരോധിയാണ് ആള്. നമ്മൾക്കുള്ളിലൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഒരു പരിധി വരെ ഉള്ളു. ഭയങ്കര എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്. ഈ 11 വർഷം ഞാൻ കഷ്ടപ്പെട്ടോണ്ട് എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്. നീ എഴുതി വെച്ചോടാ. നിന്നെ ഇന്നലെയാണ് ആൾക്കാരെ കണ്ടു തുടങ്ങുക. എന്നെ 8 കൊല്ലോടെ കണ്ടു തുടങ്ങിട്ട് ഇവിടെ 11 കൊല്ലോടെ ആൾക്കാരെ കണ്ടു തുടങ്ങിട്ട്. ആർട്ടിസ്റ്റ് എന്താണ് നിനക്ക് കാണിച്ചു തരാടാ. കലാകാരൻ എന്താണ് കാണിച്ചു തരാടാ. കൊലാകാര. രാത്രി 10:55. ജ്യാമിതീയ ശാസ്ത്രം
ഇത് നിങ്ങളുടെ ജയിൽ പണിഷ്മെന്റ്. എനിക്ക് ഇന്ന് കുറച്ച് അതിഥികളുണ്ട്. അവർക്ക് ഭക്ഷണത്തിനായി ചപ്പാത്തി വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് അത് തയ്യാറാക്കേണ്ടത്. പക്ഷേ അവർക്ക് ചില നിബന്ധനകളുണ്ട്. ചതുരത്തിലും ത്രികോണത്തിലും വൃത്തത്തിലുമുള്ള ചപ്പാത്തികൾ വേണമെന്നാണ് അവരുടെ ആവശ്യം. അവരുടെ ആദ്യത്തെ ഓർഡർ പ്രകാരം വൃത്താകൃതിയിലുള്ള 25 ചപ്പാത്തികളും ത്രികോണാകൃതിയിലുള്ള 12 ചപ്പാത്തികളും ചതുരാകൃതിയിലുള്ള 13 ചപ്പാത്തികളുമാണ് വേണ്ടത്. അവർ കുറച്ച് കണിശക്കാരാണ്. അതുകൊണ്ട് തന്നെ ചപ്പാത്തിയുടെ ആകൃതിയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അവർ അത് സ്വീകരിക്കാതെ തിരിച്ചയച്ചേക്കാം. ഓർക്കുക, തന്നിരിക്കുന്ന പണികൾ എല്ലാം ചെയ്തു തീർത്താൽ മാത്രമേ നിങ്ങൾക്ക് ജയിലിനുള്ളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. ബാത്റൂമിൽ പോണെങ്കിൽ പൊക്കോളൂ. മനുഷ്യത്വപരമായിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് പോണമെങ്കിൽ പൊക്കോളൂ. പോണ്ടേ പോണ്ട അത്രേ ഉള്ളൂ. പോണ്ട. ഇത് വെച്ച് നിങ്ങൾ തലമണ്ടേ പൊട്ടിക്ക് അറിഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് ഇവിടെ നിൽക്കണം. അതിന് വേണ്ടിട്ട് എനിക്ക് ജീവിക്കണം, എന്റെ ഫാമിലി നോക്കണം. അതിന് വേണ്ടിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ തല അടിച്ചു പൊട്ടി ജയിലിൽ പോയാണ് മനുഷ്യ. ഒരു അനീഷ് വന്നിരിക്കുന്നു. അർദ്ധരാത്രി 12:10. ഞാൻ ഈ കായ വറുത്തത് ഇവിടെയുള്ളവർക്ക് ഓരോ കഷ്ണം വെച്ച് കൊടുക്കട്ടെ? കൊടുത്തോളൂ. എന്റെയും നാരായണന്റെയും പേരിൽ. എന്നെ മാത്രം സ്നേഹിക്കോ? ഞാൻ നാരായണനെ മാത്രമേ സ്നേഹിക്കുള്ളൂ. ഇവിടെയുള്ള എല്ലാവരും നല്ല സുന്ദരികളാ. ഞാൻ അത്ര സുന്ദരിയൊന്നുമല്ല. ഞാനും അത്ര സുന്ദരനൊന്നുമല്ല. എനിക്കൊന്ന് കാണണം. എനിക്കും കാണണമെന്നുണ്ട്. അയ്യോ, ഞാൻ ഇന്ന് രാത്രി ഇവിടെ കിടന്ന് കരയത്തേ ഉള്ളൂ. കരല്ലേ നാരായണി, ഉടനെ കാണാം. കൈ അങ്ങ് വേദന എടുത്തു നാരായണി. നമുക്കും കൂടി വേണ്ടിട്ടല്ലേ നമുക്കിങ്ങനെ ചപ്പാത്തി പരത്തി 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 ജീവിതകാലം മുഴുവൻ എൻ്റെ അകത്ത് കിടക്കാം. എനിക്ക് നാരായണീനം കൊണ്ട് ആരുമില്ലാത്ത മഞ്ഞ് വീഴുന്നൊരു മലയോര പ്രദേശത്ത് പോയി ജീവിക്കണം. എനിക്ക് ഈ രാത്രികളിൽ ഉറക്കം വരില്ല. അതെന്താ നാരായണി? എനിക്ക് 50 ചപ്പാത്തിയും ചുട്ട് ദേ ആ അനീഷ് എന്ന് പറയുന്നവന്റെ കയ്യിൽ കൊടുക്കണം, വായിൽ വെച്ചു കൊടുക്കണം. നാരായണിക്കൊപ്പം ഞാനുണ്ട് നാരായണി, പേടിക്കണ്ട. എനിക്കത് മതി ബഷീർക്ക. പക്ഷെ ഇടയ്ക്ക് എന്നിട്ട് എന്നെ നീ പറ്റിക്കരുത് നാരായണി. എനിക്ക് വേറെ ആ ഒരു വഴിയില്ലാത്തോണ്ട് ഞാൻ ഇതിന്റെ അകത്തോട്ട് വന്നേക്കണേ. പറ്റിക്കില്ല. 5-ാം ദിവസം പുലർച്ചെ 3:15. 20, 25 ചതുരാകൃതിയിലുള്ള 13 ചപ്പാത്തികൾ. 1, 12, 13 ത്രികോണാകൃതിയിലുള്ള 12 ചപ്പാത്തികൾ. 5, 10, 12. ശേഖരിച്ചത് ഉള്ളിയെ കൊണ്ടുവയ്ക്കാൻ. നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലേ. അനുമോള് ശരത്തും തയ്യാറാക്കിയിരിക്കുന്ന ചപ്പാത്തികൾ ശേഖരിച്ച് ഉടൻ തന്നെ സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കേണ്ടതാണ്. ചെല്ല്. സമയം കളയണ്ട. ജോലി വേണം ചേട്ടാ. എന്തോ ചെയ്യുന്നത്? ഇപ്പൊ ബിഗ് ബോസ് വിളിച്ചിട്ട് പറയും അനുമോളും ശരത്തും അകത്ത് കയറേണ്ടതാണ്. ഇയാളെ ഞാൻ മിക്കവാറും ഇയാളെ ഞാൻ തൂക്കാം. അർദ്ധരാത്രിയിലെ ചീപ്പ് ഷോ കാണിക്കാന്ന് പറയുന്നതിന്. ചീപ്പ് ഷോ
ഒന്നും മനസ്സിലാവില്ല. ഞങ്ങൾക്ക് മനസ്സിലാണ്ട ചീപ്പ് ഷോ ചീപ്പ് ഷോ ചീപ്പ് ഷോ ചീപ്പ് ഷോ എന്ന് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ ജീവിതത്തിൽ. ചീപ്പ് ഷോ ചീപ്പ് ഷോ കുറച്ച് മുമ്പ് വന്ന് കാണിച്ചതും സംസാരിച്ചതൊക്കെ നമ്മൾ എല്ലാരും കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടാ, ഒന്നും മറന്നിട്ടില്ല. 5-ാം ദിവസം പുലർച്ചെ 3:50. ഈ ലൈറ്റ് ഓഫ് ചെയ്യില്ല. എന്തൊരു അവസ്ഥ. എൻറ്റോ ഇല്ല, എനിക്കില്ല. ഇല്ല കിടക്കത്തേ നമ്മള് കിടക്കാൻ ജാമിതീയ ശാസ്ത്രം ഒരു തേങ്ങയില്ല, ഒരു പരിപാടിയില്ല. നമ്മൾ ഇറങ്ങിയപ്പോ നീയാണ് വീട്ടിൽ കയറി കിടക്കുക. ഇനി ഇറങ്ങൂല. മരമണ്ടന്മാരെ ഞാൻ പറയുന്നത് കേക്ക്. മരമണ്ട നീയാണ്. നീയാണ് മരമണ്ടൻ. ജാമിതീയ ശാസ്ത്രം ഇത് നിങ്ങളുടെ ജയിൽ പണിഷ്മെന്റിന്റെ 2ാം ഘട്ടം. ഇത്തവണ നിങ്ങൾ ത്രികോണാകൃതിയിലുള്ള 13 ചപ്പാത്തികളും ചതുരാകൃതിയിലുള്ള 12 ചപ്പാത്തികളും വൃത്താകൃതിയിലുള്ള 25 ചപ്പാത്തികളും തയ്യാറാക്കി നൽകേണ്ടതാണ്. ആകൃതിയിൽ വ്യത്യാസം വരാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുഡ് ലക്ക് ബിഗ് ബോസ്. ശരി, ആയിക്കോട്ടെ. നേരത്തെ വായിച്ചത് തുടങ്ങിക്കോ. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? പോയി തരുമോ പ്ലീസ്? പോയി തരുമോ? കിടന്നുറങ്ങാൻ നോക്കും. രാവിലെ ചെയ്യാം ബാക്കിയൊക്കെ. പോയി തരുമോ? ഗുളിക കഴിച്ചില്ലേ? ഗുളിക കഴിച്ചില്ലേ? ഉറങ്ങാനുള്ള ടൈമിൽ ഗുളിക കഴിച്ചോ? നിങ്ങൾ അതിന് കൃത്യമായിട്ട് അതിന് സീരിയസ് ആയിട്ട് ചെയ്യണം. ഞാൻ അവിടെ എടുക്കുന്നുണ്ട്. എവിടെ കിടന്നു? അവിടെ എടുക്കുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് ഇൻഫോം ചെയ്താണ്. ആയിക്കോട്ടെ, നീ പോടാ. സീരിയസ് ആയിട്ട് ടാസ്ക് എടുക്കണം. സീരിയസ് ആയിട്ട് ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഇവരെ ഒരു 2 ആഴ്ച ഇതേമാതിരി ശിക്ഷിക്കണം. സന്തോഷം, എനിക്കിത് സന്തോഷമേ ഉള്ളൂ.